അപ്പോൾ ഇതിൻ്റെ എല്ലാം മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് പോസ്റ്റർ കറക്ഷനാണ്. ഇതിൽ ഈ ഒരു സിംറ്റംസ് ഉള്ള കുറച്ച് ആൾക്കാർക്ക് ഒരു ഹെഡേക്കും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഈ തലവേദന എന്ന് പറയുന്നത് പലപ്പോഴും പലരും മൈഗ്രെയിൻ ആയിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരിക. ബട്ട് ആക്ച്വലി അത് മൈഗ്രെയിൻ ആണോ? മൈഗ്രെയിൻ്റെ തലവേദനകൾ പല തരത്തിലുണ്ട്. തലവേദനയുടെ റീസൺസും പലതാണ്. ചെറുത് മുതൽ വലുത് വരെ പല കാരണങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു നെക്ക് പെയിൻ അസോസിയേറ്റഡ് ആയിട്ട് ഉള്ളവർക്ക് മിക്കവാറും നമ്മൾ കാണുന്ന ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അതായത് കഴുത്തിൻ്റെ പുറകിൽ ഒരു വലിഞ്ഞ ഒരു വേദന, അല്ലെങ്കിൽ നമുക്ക് തലയ്ക്ക് ചുറ്റും എന്തോ കെട്ടിവെച്ച് ഒരു വലിഞ്ഞു മുറുകിയ ഒരു വേദന. ഇത് രണ്ടുമാണ് ഈ ടെൻഷൻ ഹെഡേക്സിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അത് ഈ നെക്ക് പെയിൻ അസോസിയേറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റീസൺസ്, ഇതിന് പുറകിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാരണം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, എന്നാൽ നമ്മളെല്ലാവരും വളരെ തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. സ്ട്രെസ് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു നെക്ക് പെയിൻ. ഈ ഒരു ഹെഡേക്കും ഈ ഒരു നെക്ക് പെയിനും ഒക്കെ ഒരു പ്രധാന കാരണം സ്ട്രെസ്സാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ ഓരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയും ഏകദേശം റെസ്പോണ്ട് ചെയ്യുക. അതായത് നമുക്കൊരു സ്ട്രെസ്സ് വരുമ്പം നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലേക്ക് പോവുകയാണ്. അതായത് ഒന്നെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യുക. ബോഡി അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുമ്പം അത് നമ്മുടെ ബോഡിയിലെ മസിൽസിനെ എല്ലാം ബാധിക്കും. ഈ മസിൽസ് എസ്പെഷ്യലി നമ്മുടെ ഈ കഴുത്തിലെ മസിൽസിനെയാണ് അത് ബാധിക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്റ്റിഫ്നെസ്സും പെയിനും കൂടും. മസിൽസ് ഓട്ടോമാറ്റിക്കലി മസിൽ ടെൻഷൻ എന്ന് പറയും. മസിൽ ടെൻഷൻ കൂടും. അതായത് സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ടെൻഷൻ കൂടുന്നോ അതുപോലെ മസിലിൻ്റെ ടെൻഷൻ കൂടും. അപ്പം മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നു. അപ്പോൾ ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നോർമലി സംഭവിക്കേണ്ട കാര്യങ്ങളില്ലാതെ സ്റ്റിഫ്നെസ് കൂടുകയും അത് പെയിനിലേക്ക് കൂടുകയും ചെയ്യും. ഇതും നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് കഴുത്ത് വേദന കൂടുന്നത് നിങ്ങൾക്ക് സ്ട്രെസ്സ് കൂടുമ്പോഴാണോ എന്നൊന്ന് ശ്രദ്ധിക്കുക. മിക്കവാറും ആൾക്കാരുടെ ഉത്തരം എസ് എന്ന് തന്നെയായിരിക്കും.